ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കുന്നത് 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് ഈ ടൈം പീരീഡിലുള്ള 3 നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. മേക്കപ്പ് ലുക്കിന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ബ്ലഷിന് വേണ്ടിയിട്ട്. ബ്ലഷ് ഉടന്നിരുന്ന ഷെയ്ഡിലുള്ള ഈ ലിപ്സ്റ്റിക് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, പ്ലസ് ഒരു പിങ്കി ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നതും കേട്ടോ. ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാനായിട്ട് മെബിലിൻ്റെ ഫിറ്റ് മീ കോമ്പാക്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഷെയ്ഡ് നാച്ചുറൽ ബേജ്. ഇത് വെച്ച് ഞാൻ ബ്രഷിൽ നമ്മുടെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഓയിൽ കൺട്രോളിനും ചെറിയൊരു കവറേജിനും മാത്രമേ നമുക്ക് ഇത് യൂസ്ഫുൾ ആകത്തുള്ളൂ. എൻ്റെ പിഗ്മെന്റേഷനുള്ള ഫേസ് ആണ് എങ്കിലും ഞാനത് ഒരു 3 മിനിറ്റ് മേക്കപ്പ് ലുക്കിന് ഇത് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. ലിപ്സ്റ്റിക് ഞാൻ പിന്നെ മാറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇൻകളറിന്റെ ഒരു ഐബ്രോ കിറ്റാണ് ഇത്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് പോകുന്നതേ ഉള്ളൂ, കാരണം ടൈം ഇല്ലല്ലോ. പിന്നെ നോസ് ഒന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക്കിന് സെറിയുടെ ഒരു ജെന്റിൽ എന്ന് പറയുന്ന ന്യൂഡ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലൊരു കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണിത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. 5 മിനിറ്റ് മേക്കപ്പ് ലുക്ക് ഞാൻ സ്റ്റുഡിയോയുടെ സെയിം ആദ്യം എടുത്ത ലിപ്സ്റ്റിക് തന്നെ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലഷ് ന്യൂഡ് എന്ന് പറയുന്ന ഒരു പിങ്കി ന്യൂഡ് ഷെയ്ഡാണ്. അത് വെച്ചിട്ട് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻസൈറ്റിന്റെ HD കൺസീലർ ഇല്ലേ, ഈ അടുത്ത് ലോഞ്ച് ചെയ്തതാണ്. അതിന്റെ മീഡിയം അല്ല MN20 എന്ന ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് പിഗ്മെന്റേഷൻ മാത്രം ഒന്ന് മറച്ചിട്ട് അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നർ കോർണറിന്റെ അവിടെ ഇട്ടതിന് കാരണം എൻ്റെ സ്പെക്സ് വെച്ച് അതിന്റെ പാട് അവിടെയുണ്ട്. പിന്നെ പിഗ്മെന്റേഷൻ ചെറുതായിട്ട് നോസിന്റെ സൈഡിലെ പിഗ്മെന്റേഷൻ, ചെറുതായിട്ടുള്ള ആക്നെ സ്കാർസ് അതൊക്കെ ഒന്ന് മറയ്ക്കുന്നുണ്ട്. മീൻസ് വലുതായിട്ട് നിൽക്കുന്ന ആക്നെ സ്കാർസ് ചെറുതായിട്ട് മറയ്ക്കുന്നുണ്ട്. പിന്നെ അഗൈൻ ഞാൻ ആദ്യം യൂസ് ചെയ്ത കോമ്പാക്ട് തന്നെ വെച്ചിട്ട് ഫേസ് ഫുൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കൺസീലർ ഇട്ടതിന്റെ അവിടെ കുറച്ചുകൂടെ അഡീഷണൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഷുഗറിന്റെ ഫേസ് പാലറ്റ് വെച്ചിട്ട് നോസ് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം പാലറ്റിലെ ബ്ലഷ് വെച്ചിട്ട്. പിന്നെ ഫേസ് ഫുൾ കോണ്ടൂർ ചെയ്യുന്നില്ല. ആദ്യം കാണിച്ച ഇൻകളറിന്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ട് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യാൻ കാരണം എൻ്റെ നാച്ചുറൽ ഐബ്രോ ആണ്, അതുകൊണ്ടാണ്. പിന്നെ അതൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാഷ് സെൻസേഷണൽ മസ്കാര വെച്ചിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോവർ ലാഷിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ആദ്യം യൂസ് ചെയ്ത സെറിയുടെ തന്നെ ജെന്റിൽ എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് വെച്ചിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് 10 മിനിറ്റ് മേക്കപ്പ് ലുക്ക് നോക്കാം. അതിന് ലാക്മയുടെ 95 വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ലിപ്പ് ആൻഡ് ചീക്ക് ക്രീം എടുക്കുന്നുണ്ട്. അതിന്റെ റോസ് ടച്ച് എന്ന ഷെയ്ഡാണ്. അത് നല്ലൊരു ബ്ലഷിന് പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അതിനുശേഷം മാസിന്റെ BB ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഷെയ്ഡ് മീഡിയം. ഞാൻ BB ക്രീം ഞാൻ ബാക്ക് ഓഫ് ദി ഹാൻഡ്സിൽ വെച്ചിട്ട് ഫിംഗേഴ്സ് വെച്ച് നന്നായിട്ടൊന്ന് വാം ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ BB ക്രീമിനെക്കാളും കുറച്ചുകൂടെ നല്ലതാണ്, കാരണം ഇതിന് കുറച്ചുകൂടി കവറേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എനിക്കിത് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്, ഫിംഗേഴ്സ് വെച്ചൊക്കെ ഈസിയാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്രഷ് വെച്ചിട്ടാണ്. അത് വെച്ച് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു നാച്ചുറൽ ലുക്കാണ് ഇതിൽ കിട്ടുന്നത്. കൺസീലർ എടുത്തിരിക്കുന്നത് ഫിസ്പീഡിയുടെ മീഡിയം ബേജ് എന്ന ഷെയ്ഡിലുള്ള ഒരു കൺസീലറാണ്. ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇന്നർ കോർണേഴ്സിന്റെ അവിടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്പെക്സ് വെച്ചതിന്റെ പാടുണ്ട്, അവിടെ നോസിന്റെ സൈഡിൽ, നോസിന്റെ ബ്രിഡ്ജിൽ, പിന്നെ അപ്പർ ലിപ്പിന്റെ അവിടെ, ലിപ്പിന്റെ കോർണേഴ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ചെറുതായിട്ടൊരു പിഗ്മെന്റേഷൻ ഉണ്ട്. നമ്മുടെ BB ക്രീം ഇട്ടിട്ടും എനിക്ക് കുറച്ചുകൂടെ കവറേജ് വേണമെന്ന് തോന്നിയ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കവറേജും കിട്ടും. പ്ലസ് ഒരു സെന്റേഴ്സ് ഓഫ് ദി ഫേസിൽ ഒന്നുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, കാരണം ഇത് ഒരു ചെറിയതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെബിലിൻ്റെ ഫിറ്റ്മിയുടെ ലൂസ് പൗഡർ എടുക്കുന്നുണ്ട് ഇൻ ദ ഷെയ്ഡ് 15. അത് വെച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കൺസീലർ ഇട്ട സൈഡ് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്രീസ് ചെയ്ത് പോലെ. അതുകൊണ്ട് ഐബ്രോ ഫില്ല് ചെയ്യാൻ സ്വിസ്പീഡിയുടെ ഐബ്രോ പ്രോഡക്റ്റാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ, ഒത്തിരി അങ്ങ് ഫില്ല് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ രീതിയിലാണ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഷുഗറിന്റെ ഫേസ് പാലറ്റ് വെച്ചിട്ട് ബ്ലഷും കോണ്ടൂറും ഹൈലൈറ്ററും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കോണ്ടൂർ ഞാൻ ഫേസിൽ ഫുൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ചീക്ക് ബോൺസിന്റെ അവിടെ, ജോ ലൈൻസിന്റെ അവിടെ, നെറ്റിയിൽ, പിന്നെ നോസിന്റെ അവിടെ ഒക്കെ ഞാൻ നന്നായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലൊരു ഷാർപ്പ് ഫീച്ചേഴ്സ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ബ്ലഷും സെയിം പാലറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാലറ്റിലെ ഹൈലൈറ്റർ നല്ല സറ്റിലാണ്, നല്ല നാച്ചുറൽ ലുക്ക് തന്നെയാണ്. ഞാനത് വെച്ചിട്ട് ചീക്ക് ബോൺസിന്റെ അവിടെയും നോസ് ബ്രിഡ്ജിലും ഒക്കെ ഇടുന്നുണ്ട്. മസ്കാരയ്ക്ക് എസൻസിന്റെ ബൈ ബൈ പാണ്ട ഐസ് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ലോവർ ലാഷസിലും അപ്പർ ലാഷസിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെത് നാച്ചുറലി പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ മാസിന്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലിപ് ലൈൻ ചെയ്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരൊറ്റ ഷെയ്ഡായിട്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓൾറെഡി കാണിച്ചിട്ടുള്ള സെറിന്റെ
ജെന്റിൽ എന്ന ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മിഡിലായിട്ട്. അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ്പ് പോലെ തോന്നും. പിന്നെ ഇന്ന് കുറച്ചൊന്ന് ഞാൻ ടിഷ്യൂ പേപ്പറിൽ കളയുന്നുണ്ട് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാണ് 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഈ ടൈം പീരീഡിലുള്ള നോ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.